തമിഴ്നാട്ടിലെ കാര്യങ്ങൾ അറിയാം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന വിജയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. വിജയ്ക്ക് പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ CPM, CPI, VCK പാർട്ടികൾ ഇന്ന് തീരുമാനമെടുക്കും. 3 പാർട്ടികളുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ രാവിലെ 10 മണിയോടെയാണ് ആരംഭിക്കുക. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, 107 സീറ്റുകൾ വിജയ്ക്കുണ്ട്. കോൺഗ്രസിന്റെ 5 സീറ്റുകളുടെ കാര്യത്തിലും കൂടി ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ബാക്കിയുള്ള നമ്പർ 5 പേരുടെ പിന്തുണ. ഇത് റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ അത്രയും സോളിഡായി തന്നെ കിട്ടാതെ വിജയെ എന്തായാലും സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കില്ല എന്ന് ഗവർണർ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ചകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിൽ എത്രത്തോളം ശുഭാപ്തി വിശ്വാസമുണ്ട് ഇപ്പോൾ വിജയ്ക്ക്? അടുത്ത ഒരു 5 വർഷക്കാലത്തേക്കെങ്കിലും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുന്ന തീരുമാനമാണ് ഇടതു പാർട്ടികളും VCKയും ഇന്ന് എടുക്കാൻ പോകുന്നത്. അവർ പിന്തുണച്ചില്ല എങ്കിൽ, VCK മാത്രമല്ല മുസ്ലിം ലീഗും, ഈ 4 പാർട്ടികളും പിന്തുണച്ചില്ല എങ്കിൽ വിജയ്ക്ക് അധികാരത്തിന് പുറത്തു നിൽക്കേണ്ടി വരും. അല്ല എങ്കിൽ അണ്ണാ DMKയിലെ ഒരു വിഭാഗം അവിടെ നിന്ന് വന്ന് ഇവരെ പിന്തുണക്കണം. ഇപ്പോഴത്തെ നിലയിൽ അണ്ണാ DMKയുമായിട്ടുള്ള ഒരു സഖ്യം വിജയ് ആഗ്രഹിക്കുന്നില്ല. കാരണം അത് BJPയുമായുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന വിലയിരുത്തൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് വിജയ് വിലയിരുത്തുന്നു. അതുകൊണ്ട് ഇപ്പോൾ DMK സഖ്യത്തിലുള്ള പാർട്ടികളുമായിട്ടുള്ള ഒരു സഹകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ 3 പാർട്ടികളും മുസ്ലിം ലീഗും ചില ആലോചനാ യോഗങ്ങൾ നടത്തുന്നു. CPMന്റെയും CPIയുടെയും സംസ്ഥാന സമിതി യോഗങ്ങളാണ്. VCKയുടെ നേതൃയോഗവും ചേരുന്നു. ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം 3 പാർട്ടികളും ഒരുമിച്ച് അറിയിക്കുമെന്നാണ് VCK ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള തിരുമാവളവൻ MP അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർ ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനം പ്രഖ്യാപിക്കും. വിജയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന തീരുമാനമാണ് എങ്കിൽ വിജയ്ക്ക് നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി ഒരു ദ്രാവിഡ പാർട്ടിയിൽ നിന്നല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആവുക എന്നൊരു വലിയ പ്രത്യേകത തമിഴ്നാട്ടിൽ സംഭവിക്കും. പക്ഷേ അതിനിടയിൽ ചില ചർച്ചകൾ നടക്കുന്നതായി വിവരമുണ്ട്. DMKയും അണ്ണാ DMKയും തമ്മിലുള്ള സഖ്യ ചർച്ചകളാണത്. അതായത് 5 വർഷമായി അധികാരത്തിലില്ല അണ്ണാ DMK. മാത്രമല്ല കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ജയലളിതയുടെ മരണശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിൽ അണ്ണാ DMK. അപ്പോൾ ആ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇപ്പുറത്താണെങ്കിൽ വിജയിയെ അധികാരത്തിലേറാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് മുൻപ് MGR ഇരുന്നതുപോലെ ഒരു 2 ടേമൊക്കെ തുടർച്ചയായി വിജയ് ഇരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലും വിജയുടെ പ്രായക്കുറവുമെല്ലാം പരിഗണിക്കുന്നുണ്ട് DMK. അങ്ങനെയെങ്കിൽ വിജയിയെ ഭരണത്തിലേറാൻ അനുവദിക്കരുതെന്ന് DMKയിൽ ഒരു വിഭാഗം കരുതുന്നു. എന്തായാലും സ്റ്റാലിൻ ഈ മാസം 10-ാം തീയതി വരെ MLAമാരോട് ചെന്നൈയിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അണ്ണാ DMK MLAമാരെ നേരിട്ട് പോയി കണ്ട എടപ്പാടി പളനിസ്വാമി ഇന്നലെ അവരിൽ നിന്ന് ഒപ്പിട്ട് കത്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്നതിന് ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാവും. ഇടതു പാർട്ടികളും VCKയും മുസ്ലിം ലീഗും എന്ത് തീരുമാനിക്കും എന്നുള്ളത്. ഈ DMK AIDMK സഖ്യത്തിനുള്ള ഒരു ചർച്ചകൾ, അല്ലെങ്കിൽ അവർ വിജയെ മാറ്റി നിർത്താൻ 2 ചേരാത്തവർ തമ്മിൽ ചേർന്ന് നിൽക്കുക, ആ ആലോചന എത്രത്തോളം ശക്തിയായി നടക്കുന്നുണ്ട്? അതൊരു അഭ്യൂഹങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ വർക്ക്ഔട്ട് ആവാവുന്ന ഒരു കോമ്പിനേഷനാണോ, ഒരു സൊല്യൂഷനാണോ? വർക്കൗട്ട് ആവുന്ന ഒരു കോമ്പിനേഷൻ അല്ല. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു അടിത്തറ ഈ 2 പാർട്ടികൾക്കുമുണ്ട്. ആ അടിത്തറ ഇല്ലാത്തൊരു പാർട്ടി വരുമ്പോൾ ഈ പാർട്ടികളിൽ ഏതെങ്കിലും ഒന്ന് ഒരു സ്വാഭാവിക മരണത്തിന് കീഴടങ്ങി വരും എന്നൊരവസ്ഥ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പാർട്ടികളും ഇക്കാര്യം പരിഗണിക്കുന്നു. അതിലൊരു പ്രശ്നമുള്ളത് ശ്രീജ ചോദിച്ചതുപോലെ ഇത് വർക്കാകുമോ? വർക്കാകില്ല. കാരണം 2 പാർട്ടികളിലെയും അധികാരമോഹികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇത് വലിയ അടിയിലേക്ക്, പ്രശ്നത്തിലേക്ക് ഒക്കെ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഗുണം കുറവായിരിക്കും. പാർട്ടി നേതാക്കളിലെ ചിലർക്ക് ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ നേടാമെന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും നമുക്കിങ്ങനെ ഒരു സംശയം ബലപ്പെടാനുള്ള ഒരു കാരണം, ഇത്തരം ചർച്ചകൾ, അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. ഇന്നലെ TK സിളങ്കോവൻ DMKയുടെ യോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, DMK അണ്ണാ DMK സഖ്യത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, എന്താണ് അക്കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നേരെയുള്ള മറുപടി, ഞങ്ങളുടെ നേതാവ് MK സ്റ്റാലിൻ എന്ത് തീരുമാനിക്കുന്നോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. എന്നാൽ ഇത്തരം ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ്.
അങ്ങനെ ഒരു സഖ്യ ചർച്ചകൾ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സഖ്യമേ ഇല്ല, ചർച്ചയില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അതിന് പിന്നാലെ എം കെ സ്റ്റാലിൻ 10-ാം തീയതി വരെ MLA-മാരോട് ഇവിടെ തുടരാൻ പറയുന്നു. ക്രിയാത്മക പ്രതിപക്ഷമായി ഇരിക്കാനായിരുന്നു എൻ്റെ നേരത്തെയുള്ള തീരുമാനം. പക്ഷേ പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം, അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണമെന്നും എം കെ സ്റ്റാലിൻ പറയുന്നുണ്ട്. അതാണ് ഈ നാടകങ്ങളുടെ അവസാനം, ടിഷ്യൂകളുടെ അവസാനം വീണ്ടും ഒരു വലിയ ടിഷ്യൂ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന്റെ കാതൽ. ശരി അനൂപ്.